شهر رمضان الذي أنزل فيه القرآن. അൽഹംദുലില്ലാ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദ്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന വളരെ പ്രസിദ്ധമായൊരു ഹദീസിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെടുന്ന ഈ ഹദീസിൽ നബി ഇപ്രകാരം പറയുന്നുണ്ട്: ലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിൻ നവാഫിൽ ഹത്താ ഉഹിബ്ബഹു ഫഇദാ അഹ്ബബ്തുഹു കുൻതു സംഅഹു അല്ലദി യസ്മഉ ബിഹി വബസറഹു അല്ലദി യുബ്സിറു ബിഹി വയദഹു അല്ലതി യബ്തിഷു ബിഹാ വരിജ്ലഹു അല്ലതി യംശി ബിഹാ വലഇൻ സഅലനി ലഉഅതിയന്നഹു വലഇൻ ഇസ്തആദനി ലഉഈദന്നഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ ഒരു അടിമ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും. ബിൻ നവാഫിലി, കൂടുതൽ കൂടുതൽ സുന്നത്തായ കർമ്മങ്ങൾ ചെയ്ത്, കൂടുതൽ അടിസ്ഥാന കാര്യങ്ങൾക്ക് പുറമെയുള്ള ഒട്ടേറെ സുന്നത്തായ കാര്യങ്ങൾ ചെയ്ത് അവൻ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അടുക്കുന്ന ആ അടിമ ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെടുന്ന അടിമയായി അവൻ മാറും. ഫഇദാ അഹ്ബബ്തുഹു, അങ്ങനെ എൻ്റെ സ്നേഹവും ഇഷ്ടവും ആ അടിമ നേടിയെടുക്കുമ്പോൾ കുൻതു സംഅഹു അല്ലദി യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാതായി ഞാൻ ആ കാതായി മാറും എന്ന് അള്ളാഹു പറയുന്നു. വബസറഹു അല്ലദി യുബ്സിറു ബിഹി, ഞാൻ അവൻ്റെ കണ്ണ് ഞാനായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. വയദഹു അല്ലദി യബ്തിഷു ബിഹാ, അവൻ്റെ കൈ, അവൻ പിടിക്കുന്ന കൈ ഞാനായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. വരിജ്ലഹു അല്ലതി യംശി ബിഹാ, അവൻ്റെ കാലുകൾ എല്ലാം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. നോക്കൂ, കുൻതു, ഞാനായിത്തീരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? ഒരു സംശയവുമില്ലാതെ തന്നെ മുഹദ്ദിസുകൾ ഈ ഹദീസിനെ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. നന്മകൾ ചെയ്ത്, അടിസ്ഥാനമായ കാര്യങ്ങൾ, ഫർളായ കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തി നേടുകയും അതിനു പുറമെ ധാരാളക്കണക്കിന് സുന്നത്തുകൾ നിർവഹിച്ച്, ഐച്ഛികമായ കാര്യങ്ങൾ ചെയ്ത്, സുന്നത്തായ നമസ്കാരങ്ങളും സുന്നത്തായ നോമ്പുകളും സുന്നത്തായ സ്വതക്കകളും ഒക്കെ നിർവഹിച്ച് ആവർത്തിച്ച് ആത്മീയതയുടെ വലിയ ഔന്നത്യത്തിലേക്ക് കടന്നു പോകുന്നൊരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് പാത്രമായി കഴിഞ്ഞാൽ, അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, പിന്നീട് അവൻ കേൾക്കുന്നതെല്ലാം അള്ളാഹു ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമായി തീരുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെയുള്ളതേ അവന് കേൾക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ അവൻ്റെ കാതായി മാറുമെന്ന് പറഞ്ഞാൽ അള്ളാഹു അവനിലേക്ക് വിലയം പ്രാപിക്കുമെന്ന് തെറ്റായി വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനമല്ല. അങ്ങനെ ഒരു കാര്യം, ദൈവം ഒരാളിലേക്ക് വിലയം പ്രാപിക്കുകയോ ദൈവത്തിലേക്ക് ഒരാൾ അലിഞ്ഞു ചേരുകയോ ചെയ്യുന്നു എന്ന സൂഫി ആദർശം ഇസ്ലാം എവിടെയും പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. മറിച്ച് ഈ ഹദീസിൻ്റെ താല്പര്യം എന്താണ്? അയാൾക്കിഷ്ടമുള്ള കാര്യങ്ങൾ പിന്നീട് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമായി മാറുന്ന സാഹചര്യം ഉണ്ടാകും. അയാൾക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാമൂഹ്യവും വൈയക്തികവുമായ സാഹചര്യം അള്ളാഹു ഒരുക്കി കൊടുക്കും. അയാൾ കാണുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളായി മാത്രം മാറും. അയാൾ അനുഭവിക്കുന്നതും അയാൾ പിടിക്കുന്നതും അയാളുടെ കൈകൾ ചെന്നു ചേരുന്നതും അയാളുടെ കാലുകൾ ചെന്നെത്തുന്നതുമായ സ്ഥലങ്ങളെല്ലാം അള്ളാഹ്ക്കിഷ്ടമുള്ള ഏറ്റവും അള്ളാഹുവിനോട് തൃപ്തികരമായ സ്ഥാനങ്ങളും കാര്യങ്ങളും മാത്രമായിരിക്കും. അങ്ങനെ ഒരു സാഹചര്യം, അതാണ് വലിയ, അതാണ് വിലായത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന് ഇഷ്ടമുള്ളിടത്തെ പിന്നെ അയാൾ ചെന്നു ചേരുകയുള്ളൂ. അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ അയാൾ കേൾക്കുകയുള്ളൂ. അള്ളാഹുവിന് ഇഷ്ടമുള്ളതേ അയാൾ കാണുകയുള്ളൂ. അതൊരു വലിയ ആദരവ് തന്നെയാണ്. ആ ആദരവിൻ്റെ വലിയ സാഹചര്യങ്ങൾ അള്ളാഹു അയാൾക്ക് ഒരുക്കി കൊടുക്കും എന്നത് തന്നെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, വലയിൻ സഅലനി, അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ലഉഅതിയന്നഹു, ഞാൻ അവന് നൽകും. കാരണം അള്ളാഹുവിനോട് അത്രയും അടുത്തിടപഴകാൻ വേണ്ടി പരിശ്രമിക്കുന്ന,
അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന വ്യക്തിയാണ് അയാൾ. അങ്ങനെയുള്ള ഒരാളോട് അള്ളാഹു അവൻ ചോദിക്കുന്നതെല്ലാം നൽകുന്ന സാഹചര്യം ഉണ്ടാകും. വലയിൻ ഇസ്തആദനി, അവൻ എന്നോട് വല്ലതിനെയും കാവലിനെ ചോദിച്ചാൽ ലഉഈദന്നഹു, അവന് ഞാൻ കാവൽ നൽകുക തന്നെ ചെയ്യും. അതൊരു വലിയ പദവി തന്നെയാണ്. ആ പദവി അള്ളാഹു നമുക്കൊക്കെ നൽകണം. അതിന് നമ്മളുടെ മുമ്പിലുള്ള വഴി എന്താണ്? ഐച്ഛികമായ സുന്നത്തായ കാര്യങ്ങൾ ധാരാളം ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ ഇഷ്ടം കരസ്ഥമാക്കിയ ഏറ്റവും ഉയർന്ന തലത്തിൽ, ആത്മീയ തലത്തിൽ ജീവിക്കുന്ന മുത്തഖികളായി മാറാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പരിശ്രമിച്ച് അങ്ങനെ ഒരു അള്ളാഹുവിൻ്റെ ഇഷ്ടം നേടിയെടുത്താൽ അവനിഷ്ടമുള്ളത് കാണാനും അവനിഷ്ടമുള്ളത് കേൾക്കാനും അവനിഷ്ടമുള്ളത് സംസാരിക്കാനും സാധിക്കുന്ന സാഹചര്യം നമുക്കുണ്ടാകും. അള്ളാഹു ഈ പരിശുദ്ധ റമദാനിൻ്റെ നല്ല ദിനരാത്രങ്ങളിൽ ധാരാളമായ കർമ്മങ്ങൾ, അത്തരം കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാനും അവൻ്റെ ഇഷ്ടം നേടിയെടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.